ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്നതുമായ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടറ്റോ സ്മൈലി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് പൊട്ടറ്റോ സ്മൈലീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വരാം. ഇതാ ഞാൻ ഇതേപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. നല്ലവണ്ണം ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഒരു പൊട്ടറ്റോ മാഷറോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടിട്ടോ ഇതേപോലെ നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കാം. ഇത് ഇതേപോലെ ഉടച്ചതിന് ശേഷം നമുക്ക് കൈ കൊണ്ടുകൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ പീസുകൾ ഉണ്ടെങ്കിൽ അതും കൂടി ഉടഞ്ഞു കിട്ടും. ഇതെല്ലാം നല്ലവണ്ണം ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന കിഴങ്ങിന് സ്റ്റാർച്ച് കൂടുതലാണെങ്കിൽ ബ്രെഡ് ക്രംസ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ കൂവപ്പൊടി ഇല്ലേ, അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ തൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. പൊടികൾ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെപ്പർ പൗഡർ അല്ലെങ്കിൽ ചില്ലി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. അതൊന്നും ചേർത്ത് കൊടുക്കാതെ എന്താക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും ചില്ലി പൗഡറിൻ്റെയും പെപ്പർ പൗഡറിൻ്റെയും ഒന്നും ആവശ്യമില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് മാവ് സ്റ്റിക്കിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അടച്ച് അരമണിക്കൂറോളൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുത്തിട്ട് സ്മൈലി ആക്കി മാറ്റിയെടുക്കാം. പരത്തിയെടുക്കുമ്പോഴത്തേക്കും മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തി പലയുടെ മുകളിലേക്ക് കുറച്ച് കോൺഫ്ലവറോ അല്ലെങ്കിൽ മൈദ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി മാവിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് ഉരുളയാക്കിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം മാവ് എടുത്തിട്ട് ഒരുമിച്ച് തന്നെ അങ്ങോട്ട് പരത്തിയെടുക്കാവുന്നതാണ്. പരത്തുന്ന സമയത്ത് ഇതൊരുപാട് തിന്നായി പോവരുത്. കുറച്ചൊന്ന് കട്ടിക്ക് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഇത് നമ്മൾ പരത്തുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവറോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഒരു സ്ട്രോ എടുത്തിട്ട് ഇതേപോലെ നമുക്ക് 2 കണ്ണുകൾ റെഡിയാക്കി കൊടുക്കാം. കണ്ണുകൾ റെഡിയാക്കിയതിന് ശേഷം ഇതൊന്ന് ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊരു സ്മൈലി ഫേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ സ്പൂൺ കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് പ്രസ് ചെയ്യണ സമയത്ത് അവിടെ ഒരു ഗ്യാപ്പ് വരുത്തണം. എന്നാലേ നമ്മളിത് ഫ്രൈ ചെയ്യണ സമയത്ത് ആ ഒരു സ്മൈലി ഫേസ് കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ സ്മൈലി കുട്ടിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്മൈലീസും കൂടി റെഡിയാക്കി എടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ക്രിസ്പി ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്മൈലി കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്മൈലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.